നമസ്കാരം. ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ടിക്ടോക്കിന് കോമ്പറ്റീഷനായി ലോഞ്ച് ചെയ്ത ചിങ്കാരി എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ 25 ലക്ഷം ഡൗൺലോഡ്സ് പിന്നിട്ടിരിക്കുകയാണ്. വിൻഡോസ് 10ന്റെ മെയിൽ ആപ്പിൽ ജിമെയിൽ യൂസേഴ്സ് പല ഇഷ്യൂസും നേരിടേണ്ടി വന്നിരിക്കുകയാണ്. K-pop ബാൻഡ് ബ്ലാക്ക് പിങ്ക്സിൻ്റെ ഹൗ യു ലൈക്ക് ദാറ്റ് എന്ന വീഡിയോ യൂട്യൂബിൽ ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ ആയിരിക്കുകയാണ്. 24 മണിക്കൂറിൽ 82.4 മില്യൺ വ്യൂസാണ് ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്നത്. ജിയോ സെലക്റ്റഡ് ആയ യൂസേഴ്സിന് 2 GB ഡാറ്റ ഫ്രീ ആയിട്ട് നൽകുന്നു. 4 ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി. പബ്ജിയുടെ 0.19.0 എന്ന അപ്ഡേറ്റ് ജൂലൈ 7-നെത്തും. ഇതിൽ പുതിയ ലിവിക് മാപ്പ് വരും. ഫേസ്ബുക്കിൽ ഡാർക്ക് മോഡ് എന്ന ഫീച്ചറിൻ്റെ അപ്ഡേറ്റ് ഗ്ലോബലി റോൾ ഔട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗൂഗിളിൻ്റെ ഫോൺ ആപ്പിലോട്ട് വെരിഫൈഡ് കോൾസ് എന്ന ഫീച്ചർ ആഡ് ചെയ്തിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഫയൽ റിക്കവറി ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡിലീറ്റ് ആയ ഡാറ്റ റിക്കവർ ചെയ്യാനാണിത്. GTA 6 2022 ലാസ്റ്റിൽ അല്ലെങ്കിൽ 2023 സ്റ്റാർട്ടിങ്ങിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറിൻ്റെ വില കൂടുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഷവോമി ഇൻഡസ്ട്രി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പാർട്ട്ണർ പാൻ ചിറ്റോങ് പറഞ്ഞിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 875ൻ്റെ വില കൂടാൻ ചാൻസ് ഇല്ല, കുറയാനാണ് ചാൻസ് എന്നാണ്. അതേസമയം സാംസങ് S21ൽ സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറിന് പകരം സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. ഇത് ഫോണിൻ്റെ വില കുറയ്ക്കാനാണ് എന്നാണ് പറയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് അവരുടെ പരസ്യങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അഡ്വർടൈസ് ചെയ്യുന്നത് ഓഗസ്റ്റ് വരെ നിർത്തിയിരിക്കുകയാണ്. സ്നാപ്പിൻ്റെ സ്പെക്ടക്കിൾ 2, സ്പെക്ടക്കിൾ 3 എന്നീ സ്മാർട്ട് ഗ്ലാസുകൾ ഇന്ത്യയിൽ ജൂലൈ 4-ന് ലോഞ്ച് ചെയ്യും. സ്പെക്ടക്കിൾ 2ൻ്റെ വില 14,999 രൂപയും സ്പെക്ടക്കിൾ 3യുടെ വില 29,999 രൂപയുമായിരിക്കും. രണ്ടിലും HD ഇമേജസും വീഡിയോസും റെക്കോർഡ് ചെയ്യാം. സ്പെക്ടക്കിൾ 3ൽ 3D ഫോട്ടോസും വീഡിയോസും റെക്കോർഡ് ചെയ്യാം. സ്നാപ്ചാറ്റിൻ്റെ പാരന്റ് കമ്പനിയാണ് സ്നാപ്പ്. ഫോസിൽ സോളാർ വാച്ച് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് സ്മാർട്ട് വാച്ച് അല്ല. ഇതിൻ്റെ വില വരുന്നത് 9,995 രൂപയാണ്. സാംസങ് ഗാലക്സി വാച്ച് 3യുടെ ഹൈ ക്വാളിറ്റി ഇമേജ് പിന്നെയും ലീക്കായിരിക്കുകയാണ്. ബ്രോൺസ് കളറിലുള്ള വേരിയൻറ്റിൻ്റെ ഇമേജാണ് ലീക്കായിരിക്കുന്നത്. ഷവോമിയുടെ മാസ്റ്റർ സീരീസ് TV 65 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഈ TV ജൂലൈ 2-ന് ചൈനയിൽ ലോഞ്ച് ചെയ്യും. സാംസങ്ങിൻ്റെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന OLED ഡിസ്പ്ലേ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന LCD ഡിസ്പ്ലേക്കാളും ബെറ്റർ ആണെന്ന് സാംസങ് പറഞ്ഞിരിക്കുകയാണ്. LG ഹാർമണി 4 എന്ന ഫോൺ US ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.1 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13+5 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 3500 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 10,000 രൂപയാണ്. OnePlusൻ്റെ ഇനി വരാൻ പോകുന്ന ട്രൂ വയർലെസ് ഇയർബഡ്സിൻ്റെ പുതിയ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ബ്ലാക്ക് കളർ വേരിയൻ്റാണ് ലീക്കായിരിക്കുന്നത്. ക്ലോസ് ഫിറ്റ് ഡിസൈനുമായിട്ടായിരിക്കും ഇത് വരിക. ഓപ്പോ F15ൻ്റെ ബ്ലൂ കളർ വേരിയൻ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P70 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 4000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 18,990 രൂപയാണ്. സാംസങ് S20 Plusൻ്റെ BTS എഡിഷൻ ഇന്ത്യയിൽ ജൂലൈ 2-ന് ലോഞ്ച് ചെയ്യും. പ്രീ ബുക്കിംഗ് ജൂലൈ 1-ന് തുടങ്ങും. ഹോണർ 30 യൂത്ത് എഡിഷൻ എന്ന ഫോൺ 10-ൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഫോണിൻ്റെ പിന്നിൽ വരിക. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 800 എന്നുള്ള 5G പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക. ഇത് ഹുവാവെ എൻജോയ് Z 5G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. സാംസങ് A31 എന്ന ഫോൺ സ്പെയിനിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.4 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P65 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിലെ 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ വില വരുന്നത് 299 യൂറോസാണ്. സാംസങ് S20 അൾട്രയിലെ പോലെ നോട്ട് 20 അൾട്രയിൽ ഓട്ടോ ഫോക്കസിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ട്. ICU ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹുവാവെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് GAN ഡ്യുവൽ പോർട്ട് ചാർജറിൻ്റെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഇത് 65 വാട്ടിൻ്റെ ചാർജറാണ്.
ഇതിൻ്റെ വില ഏകദേശം 2500 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഐഫോൺ SE 2 പ്ലസിലും അതുപോലെ ഐഫോൺ SE 3യിലും A13 ബയോണിക് ചിപ്പായിരിക്കും ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ട്. ഗൂഗിൾ പിക്സൽ 5XL എന്ന ഫോണിലെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. ഹുവാവെ P50യിൽ ഹുവാവയുടെ 5nm പ്രോസസ്സറായിരിക്കില്ല ഉപയോഗിക്കുക, പകരം തേർഡ് പാർട്ടി 5nm പ്രോസസ്സറായിരിക്കും ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ടിക്ടോക്ക്, UC ബ്രൗസർ, ഷെയറിറ്റ് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ ബാൻ ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ 10.8 ഇഞ്ചിൻ്റെ ഐപാഡ് 2020 ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതുപോലെ 2021 8.5 ഇഞ്ചിൻ്റെ ഐപാഡ് മിനിയും ലോഞ്ച് ചെയ്യും. ഇതിൽ രണ്ടിലും 20 വാട്ടിൻ്റെ ചാർജറും വരും. ഐഫോൺ 12 സീരീസ് ഫോണുകളിൽ 4K 240 FPS വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഹുവാവെ മേറ്റ് 40 സീരീസ് ഫോണുകളിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഐക്യു Z1X എന്ന ഫോൺ 10ൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6.57 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 4880 mAhൻ്റെ ബാറ്ററി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഈ ഫോണിൽ നമുക്ക് 5000 mAhൻ്റെ ബാറ്ററി ലഭിക്കാനാണ് സാധ്യത. പിന്നെ ഈ ഫോൺ സ്നാപ്ഡ്രാഗൺ 765G എന്ന 5G പ്രോസസ്സറുമായിട്ട് വരാനാണ് ചാൻസ്. OnePlus Z എന്ന ഫോൺ ഓപ്പോ Reno 4 എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ അയക്കാമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ചില ലീക്സ്റ്റേഴ്സ് ഇതിങ്ങനെ ആയിരിക്കില്ല എന്നും പറയുന്നുണ്ട്. റിയൽമിയുടെ 5G ഫോൺ യൂറോപ്പിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് റിയൽമി ടീസ് ചെയ്തിരിക്കുകയാണ്. റെഡ്മി 9, റെഡ്മി 9C എന്നീ ഫോണുകൾ ഇന്ന് മലേഷ്യയിൽ ലോഞ്ച് ചെയ്യും. 6.53 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും രണ്ട് ഫോണുകളും വരിക. റെഡ്മി 9ൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G25 എന്നുള്ള പ്രോസസ്സറും റെഡ്മി 9Cയിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്നുള്ള പ്രോസസ്സറും വരാനാണ് സാധ്യത. രണ്ട് ഫോണുകളും 5000 mAhൻ്റെ ബാറ്ററിയുമായിട്ടായിരിക്കും വരിക. റെഡ്മി 9ൽ 13 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയും റെഡ്മി 9Cയിൽ 13+2 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയും വരാനാണ് സാധ്യത. സാംസങ്ങിൻ്റെ സാംസങ് A42 എന്നൊരു ഫോൺ 2021 ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യും. അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഫോൺ വരിക. റെഡ്മിയുടെ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന LCD ഡിസ്പ്ലേയും മീഡിയാടെക്കിൻ്റെ Dimensity 1000+ എന്ന 5G പ്രോസസ്സറും 4500 mAhൻ്റെ ബാറ്ററിയും വരുമെന്നാണ് റിപ്പോർട്ട്. ഇത് റെഡ്മി K40 ആവാനാണ് സാധ്യത.